സോ എൻ്റെ ലൈഫിലെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസമാണ് ഇന്ന്. എൻ്റെ ഫ്യൂച്ചർ വൈഫ് ഞാൻ എന്താ ഫ്ലവേഴ്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. അമ്മ അച്ഛ എത്തി. വേറെ സാധനം കൂടെ ഉണ്ട്. വേറെന്താണ് ഇതെന്താ നോക്കി എനിക്ക് കണ്ടറിയും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് തേഴ്സ്ഡേ ആണ്. ഇപ്പൊ ഓൾമോസ്റ്റ് 3 ആയി. ഞാൻ എന്താ ഇപ്പം വീട്ടിൽ നിന്ന് കുറച്ച് നേരത്തെ ഇറങ്ങി. സോ പക്ഷെ ഈ വീഡിയോ ഞാൻ എന്ന് പോസ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല. സോ എൻ്റെ ലൈഫിലെ ലൈക്ക് എന്താ പറയുക ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസമാണ് ഇന്ന്. സോ സ്ട്രേറ്റ് എൻ്റെ ഫ്യൂച്ചർ വൈഫ് പുള്ളിക്കാരിനെ ഞാൻ ലൈക്ക് ലൈഫിൽ ഫസ്റ്റ് ടൈം ആയിട്ട് മീറ്റ് ചെയ്യാൻ പോവാണെന്ന്. ഓക്കെ, അതെ, അതുകൊണ്ട് ഭയങ്കര സ്പെഷ്യലാണ്. ഇനി ലൈക്ക് ഇപ്പം എത്രയായി? ഇപ്പം ഓൾമോസ്റ്റ് 5 ആവാറായി. ഒരു 6:30 ഒക്കെ ആകുമ്പോൾ പുള്ളിക്കാരി ഇവിടെ ലാൻഡ് ആവും. പുള്ളിക്കാരി അമ്മ അച്ഛൻ എല്ലാവരും വരും. എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ നേരത്തെ ഇറങ്ങി. അമ്മ അച്ഛ ഒരു 5:30 ഒക്കെ ആകുമ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങും. സോ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എന്ത് പറയണമെന്ന് അറിയത്തില്ല. എനിക്കൊന്ന് നമ്മൾ December 15 ആ ടൈം തൊട്ട് സംസാരിച്ച് തുടങ്ങി. എന്താ പറയാ, ഇതുവരെ ഫോണിൽ സംസാരിച്ചിട്ടേ ഉള്ളൂ. ഇതുവരെ പേഴ്സണെ നേരിട്ട് കണ്ടിട്ടില്ല. സംസാരിച്ച് ഇതുവരെ എത്തി. നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാന്ന് വിചാരിച്ചു. പക്ഷെ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. ഇനി കുറച്ച് മണിക്കൂർ അവേഴ്സ് കഴിയുമ്പോൾ പുള്ളിക്കാരൻ എൻ്റെ പാസഞ്ചർ സീറ്റിൽ കാണും. സൂപ്പർ എക്സൈറ്റഡ് ആണ്. ആൻഡ് ഞാൻ എന്താ ഇവിടെ ഇന്ന് കുറച്ച് നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങി. പുള്ളിക്കാരിയുടെ ഫേവറേറ്റ് ഫ്ലവർ അതൊക്കെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ റെഡിയായി. അതിപ്പോൾ ഇനി പോയി കളക്ട് ചെയ്യണം. അതെ, സൂപ്പർ എക്സൈറ്റഡ് ആണ്. നമുക്ക് പെട്ടെന്ന് പോയി കളക്ട് ചെയ്തിട്ട് തിരിച്ചു വരാം. ഞാനുണ്ടല്ലോ, നമ്മൾ നേരത്തെ പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഇറങ്ങി ഫ്ലവേഴ്സ് കളക്ട് ചെയ്തു. ഞാൻ കാണിച്ചു തരാം, ഒരു സെക്കൻഡ്. പുള്ളിക്കാരുണ്ടല്ലോ എല്ലാം ന്യൂസ് പേപ്പറിൽ കവർ ചെയ്ത് തന്നു. നൈസ്. ഇതാണ് ഞാൻ പുള്ളിക്കാരിക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പോകുന്ന ഫ്ലവേഴ്സ്. സൺഫ്ലവർ എന്ന് വെച്ചാൽ പുള്ളിക്കാരിക്ക് ഭയങ്കര ജീവനാണ്. പക്ഷെ എനിക്ക് അറിയത്തില്ല, ഇപ്പം സൺഫ്ലവറിന്റെ സീസൺ ഒന്നും അറിയത്തില്ല. പക്ഷെ എൻ്റെ ഏരിയയിലൊന്നും കിട്ടിയില്ല. പക്ഷെ എങ്ങനെയോ മാനേജ് ചെയ്തു, കിട്ടി. അതെ, ഇത് കാണുമ്പോൾ പുള്ളിക്കാരി സൂപ്പർ എക്സൈറ്റഡ് ആയിരിക്കും. നല്ല രണ്ടാമത് വേറൊരു സർപ്രൈസ് കൂടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് പുള്ളിക്കാരി കാറിൽ വന്നിട്ട് നമുക്ക് കൊടുക്കാം. ഇതും പുള്ളിക്കാരിയുടെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള സംഭവമാണ്. ഞാൻ എന്താ സീറ്റിന്റെ ബാക്കിൽ വെച്ചിട്ടുണ്ട്. എന്താ കാറ് കയറുമ്പോൾ നമുക്ക് കൊടുക്കാം. കൂടാതെ പുള്ളിക്കാരിയുടെ റിയാക്ഷനും നമുക്ക് നോക്കാം. അത് എനിക്ക് തോന്നുന്നു 99% പുള്ളിക്കാരി ഇത് കാണുമ്പോൾ ഫ്ലവേഴ്സിന്റെ കാര്യം മറക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് നോക്കാം. ഇപ്പൊ എന്താ അമ്മാച്ച വിളിച്ചു. ഇപ്പം ഓൾമോസ്റ്റ് 5:40 ആയി. നമുക്കൊരു 6 ഒക്കെ ആകുമ്പോ എയർപോർട്ടിലേക്ക് പോവാം. ഒരുമിച്ച് പോവാം. അപ്പൊ അവരും വരുമായിരിക്കും ആ ടൈം. അതെ, ഇനി നമുക്ക് ബാക്കി അവിടെ ചെന്നിട്ട് കാണാം. അതെ, പുള്ളിക്കാരിയും പരിചയം ഇവിടെ എത്താം. പുള്ളിക്കാരി അമ്മാച്ച എല്ലാവരും കാണിക്കാം. അതെ, അപ്പൊ അവിടെ കാണാം. ചേട്ടാ പോയിട്ട് വരാം. ഞങ്ങൾ എയർപോർട്ട് പാർക്കിങ്ങിലേക്ക് എത്തി. എൻ്റെ അമ്മാച്ച ഇവിടെ എവിടെ ഉണ്ട്. നമുക്കിനി ഇറങ്ങി അവരെ പോയി മീറ്റ് ചെയ്യാം. അതെ, ഞാൻ എന്താ ഫ്ലവേഴ്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. പോയിട്ട് വരാം. അപ്പൊ നമ്മൾ ഇറങ്ങുകയാണ്. ഓക്കെ, എയർപോർട്ടിലെത്തി. നമുക്ക് ഇറങ്ങാം. അമ്മ അച്ഛ എത്തി. അച്ഛൻ അമ്മ എത്തി. എത്തി. ക്യാമറ കൈ വെച്ചാൽ
ഹലോ പാവം നിങ്ങൾ എടുക്കാൻ മതിയോ അടുത്തത് കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്യും. അപ്പം ഫൈനലി സ്നേഹമോളെ പിക്ക് ചെയ്തു. അതെ, വന്ന് ഫൈനലി എൻ്റർ ആയല്ലേ അതെ. വീഡിയോയില്. ഫ്ലവേഴ്സ് ഇഷ്ടപ്പെട്ടോ? ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് റിയലല്ലേ? ഒറിജിനൽ അറിയില്ല. അപ്പൊ നെക്സ്റ്റ് 4 ദിവസം ഉണ്ടാവും അതെ. തോന്നുന്നു. താങ്ക് യു. വേറെ സാധനം കൂടെ ഉണ്ട്. വേറെന്താണ് ഇതെന്താ നോക്കി വെയിറ്റ് എനിക്ക് കണ്ടറിയുന്നു. എന്റെ റംബൂട്ടാൻ ഇതിന് അത് എത്ര ദിവസം തുറക്കുമ്പോ നോക്കി തുറക്കണം. ഇല്ല ഇല്ല ഞാൻ ഇപ്പൊ തുറക്കില്ല റൂമിന് പോയിട്ട് നമ്മള് തുറക്കാം. ഞാനുണ്ടല്ലോ വ്ളോഗ് തുടങ്ങുന്നുണ്ട് പറഞ്ഞു, ഫ്ലവേഴ്സ് കിട്ടിയപ്പോഴേ പറഞ്ഞു, ആ, ഫ്ലവേഴ്സ് കൈ കിട്ടി ആ എക്സൈറ്റ്മെന്റ് ആയിരിക്കും. അതെ അതെ. ഇത് പക്ഷേ കാണുമ്പോ റബ്ബർ ഇന്നും excitement അല്ലേ? അതെ. അതെ. അപ്പൊ അതിന് നോക്കി. ഫ്ലവേഴ്സ് അത് ഒരളവിടെ എക്സ്പെക്ട് ചെയ്തു, പക്ഷെ റംബൂട്ടാൻ എക്സ്പെക്ട് ചെയ്തില്ല. ഇരിക്കട്ടെ അവിടെ. അതെ അതെ. ഒന്നു ഇനി ഞാൻ പറയാൻ പറ്റില്ല, കണ്ടിട്ടേ ഇല്ല പിന്നെ കണ്ടിട്ടേ ഇല്ല എന്ന് പറയാൻ പറ്റില്ല അല്ലേ? ഓ ഇതാണ് ഹെവി ആയിട്ടുണ്ടാന്നല്ലേ റംബൂട്ടാൻ. എന്റെ അച്ഛമ്മ എക്സൈറ്റ് ആവും റംബൂട്ടാണ് കിട്ടിയെന്ന് ഇറക്കും പറഞ്ഞിട്ട്. ഇപ്പൊ സീസണും കൂടെ അല്ല, എന്തോ ഭയത്തിന് കിട്ടി. അതെ രണ്ടും എനിക്ക് സൺഫ്ലവർ എന്റെ അവിടെ കിട്ടി ഇല്ലായിരുന്നു, എന്തോ ഭയത്തിന് കിട്ടി. ഇഷ്ടപ്പെട്ടു? എങ്ങനെയുണ്ട്? സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. 2-3 നന്നായിട്ടുണ്ട്. 2 ഫേവറേറ്റ് കളറാണ്. വേണേ നാളെ നമുക്ക് ഫോൺ വെള്ളത്തിലിട്ട് വെക്കണം അല്ലേ? വെള്ളത്തിലിട്ട് വെക്കണം അല്ലേ? വെള്ളത്തിലല്ല, വേണമെങ്കിൽ സൂര്യനെ കാണിച്ചാ മതി. അപ്പൊ രാവിലെ അപ്പൊ ഒന്നാവില്ല. അപ്പൊ അയാൾ അങ്ങനെ പറഞ്ഞു എണീ ചെയ്യും. പിന്നെ നൈറ്റ് ആകുമ്പോ ഇതാണ് ഫസ്റ്റ് ടൈം ട്രിവാൻഡ്രം എയർപോർട്ട് വരുന്നത്. അയ്യോ ഇനി അങ്ങോട്ട് നല്ല റഷായിരിക്കും, ഓണം വരെ അല്ലേ. സാരില്ല, പതുക്കെ പോയാ മതി, ഒരു ഏജൻസി അല്ല. ഞാൻ രാവിലെ ട്രാവൽ ചെയ്തോണ്ടിരിക്കും, എനിക്ക് ഇങ്ങനെ ട്രാവൽ ചെയ്യാൻ പ്രോബ്ലം ഇല്ല. എങ്ങനെയുണ്ട് കണ്ടിട്ട്? എങ്ങനെയുണ്ട് കണ്ടിട്ട് എങ്ങനെയുണ്ടോ? എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്, ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. സാധാരണ ഹാപ്പി അല്ല അത്. ഞാൻ പറഞ്ഞു ഒന്നും വിചാരിക്കുന്നില്ല. ഫ്ലൈറ്റിലിരിക്കുമ്പോ കൂടിയോ ഞാൻ വന്നിട്ട് എന്താ ചെയ്തു, ഓക്കെ എനിക്ക് എന്നാ അമ്മടുത്ത് പറഞ്ഞോണ്ടിരിക്കുന്ന, എനിക്ക് അഭിനെ കാണുന്ന ഫസ്റ്റ് ടൈം കാണുന്ന പോലെ എനിക്ക് അറിയില്ല. ഓൾറെഡി കണ്ട് സെക്കൻഡ് ടൈം പോണ മാതിരി ഉണ്ട്. മേ ബി നമ്മൾ വീഡിയോ കോളിൽ സംസാരിച്ചതുകൊണ്ടേ എനിക്കും തോന്നുന്നു. ലൈക് ഫസ്റ്റ് ടൈം പോലെ എനിക്ക് തോന്നിയില്ല. പക്ഷെ ഇവിടെ ഞങ്ങൾ പുറത്തിങ്ങനെ ബാഗൊക്കെ എടുത്തിട്ട് പുറത്ത് വരുമ്പോഴും പറഞ്ഞു, അമ്മ ലൈറ്റ് ആയിട്ട് ഏതോ തോന്നുന്നു. അമ്മ പറഞ്ഞു എനിക്കേ തോന്നുന്നു, നിനക്ക് തോന്നില്ലേ? അങ്ങനെ പറഞ്ഞു. ലൈക് പുതിയ ആൾക്കാർ കാണണല്ലേ അമ്മന്ന്, അതുകൊണ്ട് അങ്ങനെ ആയിരുന്നു. പക്ഷെ ബീച്ചാണോ? ബീച്ചാ ഞങ്ങള് ഫ്ലൈറ്റിലൊന്നും ഇറങ്ങി പോകാം, കണ്ടോ? പക്ഷെ കാണാം. എനിക്ക് ഒരു റൗണ്ട് ചുറ്റിട്ട് ഓക്കെ അറിയല്ലേ? എന്താ എന്റെ ഫോൺ എവിടെ? ആ ഇവിടെ. അമ്മരല്ലോ ചാർജ് ഉണ്ടോ? ചാർജ് 49% ഉണ്ട്. കുത്തിയുടെ ഇല്ല, അതിന്റെ അകത്ത് ഒരു വയറുണ്ട് കേട്ടോ. പക്ഷെ വേണ്ട, 50% ഉണ്ട്. അതിന്റെ പേഴ്സും കൂടെ ഉണ്ടോ? അതും കൂടെ ഒന്ന് എടുത്തരും. വേണോ? ആ ഇവിടെ ഇത് ചെയ്യാല്ലേ? ഡാഷ് ഉണ്ടാവും. വെച്ചു. എവിടെ വെക്കണം? ഇപ്പുറത്ത് വെക്കട്ടെ. ബാഗ് വെച്ചു. അയ്യോ വെച്ചു. തീർന്നു. പണ്ട കൈ ഫ്രീയാ. ഓ അയ്യോ അതല്ല, സോറി, ഇത് കട്ടാവും ഇത് കട്ടാവും കേട്ടോ. ഇത് വരില്ല. ഇവിടെ നിങ്ങളോട് ഇതിടണ്ടേ? പക്ഷെ ഭയങ്കര ദൂരത്തിലുണ്ട് ഗൈസ് ഇത്. നമ്മൾ ഇതൊക്കെ കട്ടാവും കേട്ടോ. ഇതൊക്കെ നമ്മളുടെ നെക്സ്റ്റ് വ്ളോഗിലാണ്. പുള്ളിക്കാരി വ്ളോഗറാണ്, ചെന്നൈയിലെ വ്ളോഗറാണ്. ചെന്നൈയിലോ? മസ്കറ്റിലല്ലേ? പക്ഷെ പാതിയാ. ഇപ്പൊ ട്രിവാൻഡ്രം വന്നു. ട്രിവാൻഡ്രം ഹലോ അബിയുടെ ഫോളോവേഴ്സിന് ഹായ്.
അതെ. മലയാളി ഫോളോവേഴ്സിന് രണ്ടാളും ഉണ്ടാവും. എങ്ങനെയുണ്ട്? ഹാപ്പിയാണ്? ഭയങ്കര ഹാപ്പിയാണ്. ഷുവറാണോ? ഹാപ്പി അല്ലേ? ഫൈനലി കണ്ടല്ലേ നേരിട്ട്? എങ്ങനെയോ എത്ര മാസം വെച്ചാൽ നിങ്ങള് എത്ര മാസം ഇത് നടന്ന വ്ളോഗില് എന്നെ എത്ര മാസം ഇത് എക്സ്ട്രാ 3 months വരെ അമ്മയോട് പറയണമെന്നുണ്ടായിരുന്നു എങ്ങനെയുണ്ട് എന്റെ സെലക്ഷൻ നേരിട്ട് കാണുമ്പോ. അവിടെ വെച്ച് ചോദിക്കണായിരുന്നു. നിങ്ങൾ ചോദിക്കുന്ന എന്റെ അടുത്ത് അല്ല എന്റെ അമ്മയടുത്ത് ഞാൻ ചോദിക്കണായിരുന്നു. ചോദിക്കും എന്റെ മുമ്പ് ചോദിക്കട്ടോ. പക്ഷെ നമ്മ വീഡിയോ എടുത്തോടിക്ക് അറിയില്ല നോക്കല്ലേ. പക്ഷെ നിങ്ങൾ എങ്ങനെയല്ലേ എടുത്തത്? അല്ല അമ്മ എടുത്ത ഫോണില് പിടിച്ചോണ്ടിരുന്നു. അമ്മ പാവം ക്യൂട്ടായിട്ട് ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുന്നു. മതി മതി. ക്യാഷ് സ്ലൈറ്റ് ടീച്ച്. പക്ഷെ അവിടെ ഒന്നും ഇല്ലാണ്. പക്ഷെ എന്നാലും പോയിട്ട് ചായ കുടിക്കണോ? ഇല്ല ഞാൻ കുടിച്ചു. നിങ്ങൾ കുടിക്കോ? നിങ്ങൾ കുടിക്കണെങ്കിൽ ഞാൻ കുടിക്കാം. സീനില്ല സീനില്ല. ഇതാണ് ശംഖുമുഖം ബീച്ചിലേക്കാണ് നമ്മൾ പോകുന്നത്. ഫോണ് കാണുന്നുണ്ടോ? ഓ ഇപ്പം കൊള്ളാം. ഇതാണ് ഇതാണ് ആംഗിൾ. ഇവർക്ക് തല മാത്രമേ ഇത്രയായിരുന്നു. ഓണത്തിന് ഫുൾ ലൈറ്റ് ഒക്കെ ആയിരിക്കും ഇവിടെ. ട്രിവാൻഡ്രം 8 കൊല്ലം തോന്നുന്നു കേട്ടോ. 7-8 years ആയി ലാസ്റ്റ് ആയിട്ട് വന്നു. ഇപ്പഴാ തിരിച്ചും കാണും. ലാസ്റ്റ് ടൈം നിങ്ങൾ ട്രിവാൻഡ്രം കോളേജിലായിരുന്നു. എക്സൈറ്റ്മെന്റ് ഓവർ അറിഞ്ഞു. ആരാണ് അറിഞ്ഞത്? കുറച്ച് ഓവർ എക്സൈറ്റ് ആയ വീഡിയോയില്. അത് നമ്മൾ കുറച്ച് ഓവർ എക്സൈറ്റ് ഒന്ന് കട്ട് ചെയ്തരാം. രാവിലെ എണ്ണിച്ചിട്ട് ബട്ടർ മിൽക്ക് കുടിച്ചിട്ട് അത്ര തന്നെ റെഡി ആവാൻ അത് നടുല് എയർപോർട്ടില് മസ്കറ്റ് എയർപോർട്ടില് കുറച്ചൊരു 15-20 minutes ഉണ്ടാകും. എല്ലാം ഇതാണോ? പിന്നെ അത് കഴിച്ചിട്ട് പിന്നെ എന്താ ചെയ്തു? പിന്നെ രാവിലെ കോഫി കുടിച്ചില്ല. അതുകൊണ്ട് തലവേദന എന്താണ് തലവേദന. പിന്നെ കോഫി കുടിച്ചപ്പോ ഫുൾ എനർജി ആയി. എന്നാ ഷുഗർ ഇടാണ്ട് കുടിച്ചിട്ടുണ്ട്. ഇന്ന് ഷുഗർ കിട്ടി. വായിച്ച് കുടിക്കട്ടെ. എന്റെ ബോട്ടിലാണ്. ബ്രേക്ക് പിടിക്കട്ടോ. നോക്കി എടുത്തിട്ട് വന്നോണ്ടിരുന്ന ഫുൾ പ്യോർ വൈറ്റാ. ഞാൻ അമ്മ ചോക്ലേറ്റ് ഒക്കെ കഴിച്ചോണ്ടിരിക്കും ഫ്ലൈറ്റിൽ. എന്റെ മേലെ ഫുൾ എന്റെ മേലെ ടിഷ്യൂ ഒക്കെ ഇട്ടു. എന്റെ മേലെ ഇടണ്ട പ്ലീസ്. അതെ രാവിലെ തന്നെ ചെയ്തു. ഇപ്പൊ ബിയേർഡ് ഒക്കെ ഇട്ടു ചെയ്തല്ലേ? രാവിലെ എണീച്ചു. നല്ല ഫോട്ടോ കേട്ടോ. അവളുടെ പൈനാപ്പിൾ അത് തണുപ്പില്ലാത്തതുകൊണ്ടേ തണുപ്പ് പിടിക്കത്തില്ലല്ലോ. ഫൈനലി രണ്ടാളും ചെന്ന് കൊടുക്കുകയും ഇത്ര ദിവസം എന്തൊക്കെയോ എഡിറ്റ് ചെയ്ത് എന്തൊക്കെയോ ഇറങ്ങോണി ചേർന്നോളൂ. അൺഹെൽത്തി ഫുഡ് കഴിച്ചോണ്ടിരിക്കും. ഫ്രണ്ട്സ് ഫ്രൈ കഴിക്കും അല്ലേ? ഫുഡ് എത്തി. അത് കേട്ടുണ്ടോ? അതില്ല പാട്ടൊക്കെ കൊള്ളാണ്. പക്ഷെ ഒന്നും ഇടാൻ പറ്റില്ലല്ലോ. പക്ഷെ നമ്മൾ നല്ല മെമ്മറി. ഫസ്റ്റ് 2 സ്ഥലം തരുന്ന ഓൾ കോസ്റ്റ്
ബുദ്ധനൊക്കെ ഫ്രണ്ടിലുണ്ട്. നാളെ തന്നെ എൻഗേജ്മെന്റ് നടത്തുക. നാളെ നവംബറിൽ വെച്ചാൽ അമ്മ ഫസ്റ്റ് കല്യാണം കുറച്ച് നമ്മളൊരു ട്രയൽ നോക്കണം. നമ്മൾ ഫോട്ടോഗ്രാഫറുടെ ഡ്രസ്സ് എന്തെങ്കിലുമൊക്കെ എങ്ങനെ അറേഞ്ച് ചെയ്തിട്ടൊക്കെ തോന്നാൻ പറ്റും. എല്ലാം ട്രയൽ എങ്ങനെ പോണെന്ന് നോക്കണം. അത് മാത്രമല്ല നിങ്ങൾ ഒരേ മകൻ, ഞാൻ ഒരേ മോൾ, എന്റെ പിന്നെ ആരുമില്ലല്ലോ. ഇതോടെ ലാസ്റ്റ് കല്യാണം ദിവസത്തിനാണ് വിളിക്കണോ? എന്റെ അങ്ങനെ കോഫി കുടിച്ച് ജ്യൂസ് കുടിച്ച് ഇനി തിരിച്ച് നമുക്ക് അതെ അമ്മയുടെ അച്ഛൻ്റെ അടുത്ത് പോവാം. ഹായ് ഗൈസ്, അങ്ങനെ ഞാൻ അമ്മാച്ച എല്ലാവരും വീടെത്തി. സോ ഇതിനിടയ്ക്കുണ്ടല്ലോ നമ്മള് ഡിന്നർ കഴിക്കാൻ പോയി, പിന്നെ അവർ ഡ്രോപ്പ് ചെയ്തിട്ട് വന്നു. അതൊന്നും ആക്ച്വലി വ്ളോഗ് എടുക്കാൻ പറ്റില്ല, മറന്നുപോയി. അതെ, എന്നാലും കുഴപ്പമില്ല, നാളെ മറ്റന്നാളൊക്കെ വ്ളോഗ് കണ്ടിന്യൂസ് വ്ളോഗ് എടുക്കാം. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അപ്പം ഗുഡ് നൈറ്റ്, ഹാപ്പി ഓണം. നമുക്ക് നാളെ അടുത്ത വ്ളോഗിൽ കാണാം. ടാറ്റ.